മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിന് ആ ഉച്ചഭക്ഷണം മേടിക്കുന്നവരുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്ന സർക്കാരാണോ നിങ്ങൾ UDF? ആരോഗ്യ മന്ത്രി തന്നെ ആ ഉച്ചഭക്ഷണ വിതരണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയല്ല, പല സാംസ്കാരിക സാമുദായിക മത സംഘടനകളും ഈ മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെന്റ് ആശുപത്രികളിലും ഒക്കെ തന്നെയും ഭക്ഷണ വിതരണം നടത്തുമ്പോൾ അതിനെതിരെ വെല്ലുവിളിയുമായിട്ട് UDF സർക്കാരിന്റെ നയമാണോ ഇത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. കാരണം കേരളത്തിൽ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഈ മെഡിക്കൽ കോളേജുകളും അതേപോലെ തന്നെ സർക്കാർ ആശുപത്രികളും. ആ സർക്കാർ ആശുപത്രിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളോടുള്ള വെല്ലുവിളി ദയവ് ചെയ്ത് നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് DYFIക്കെതിരെയുള്ള ഒരു അമ്പെയ്ത്താണ് എന്ന് തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാമെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയെ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ഇത്തരത്തിൽ വിനിയോഗിച്ചാൽ നിങ്ങൾ ശരിക്കും ആ മന്ത്രിപദത്തിൽ ഇരിക്കാൻ യാതൊരു യോഗ്യനും അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകണം. മെഡിക്കൽ കോളേജുകളുടെ കോമ്പൗണ്ടിന്റെ അകത്ത് രാഷ്ട്രീയ സംഘടനകളും കലാ സാംസ്കാരിക സാമുദായിക സംഘടനകളും ഒക്കെ തന്നെ ആയിക്കോട്ടെ, അവർ നടത്തുന്ന ഉച്ച ഭക്ഷണ വിതരണം അല്ലെങ്കിൽ ഭക്ഷണ വിതരണം വേണ്ട എന്ന് നമ്മുടെ MLA കൂടിയായ കേരളത്തിന്റെ MLA കൂടിയായ സുധാകരൻ പറഞ്ഞിരിക്കുകയാണ്. താങ്കൾ AC കാറിൽ സഞ്ചരിക്കുകയും അതേപോലെ തന്നെ താങ്കൾ ശീതീകരണ മുറിയിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ എന്തെങ്കിലും അസുഖം വന്നാൽ താങ്കൾ ആശ്രയിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും താലൂക്ക് ആശുപത്രികളെയും ജില്ലാ ആശുപത്രികളെയും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലുമാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ആ ഭക്ഷണത്തിന്റെ അകത്ത് മണ്ണ് വാരിയിടുന്ന സുധാകരനെ പോലെയുള്ള ചിട്ടകളെ ആ ഒരു വർത്തമാനമേ പറയുവാൻ സാധിക്കത്തുള്ളൂ. ഇത്തരത്തിൽ നെറികെട്ട വർത്തമാനം പറയുന്ന ഉച്ചഭക്ഷണം കൊടുക്കുന്നതിനെതിരെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ആ പ്രസ്താവനയെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കും എന്ന് കരുതിയ സുധാകരന് തെറ്റിപ്പോയി. അതൊരു നെഗറ്റീവായിട്ട് സുധാകരന് മാറിയപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം അതിനെതിരെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രതികരിച്ചപ്പോൾ ആ നിലപാടുകൾ മാറ്റിയ സുധാകരന് ഡ്യുവൽ ഡാഡി സിൻഡ്രം പിടിപെട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മന്ത്രി വന്നിട്ട്, അതായത് കൊച്ചി മഹാരാജാവിനെ പോലെ മന്ത്രി വന്നിട്ട് പറയുകയാണ്, ആശുപത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തമാണ്. ഈ ആശുപത്രികൾക്കകത്ത് കോമ്പൗണ്ടിൽ ആര് കയറണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ളത്. താങ്കളുടെ കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്ന സ്വത്തല്ല സാർ ഈ ആശുപത്രി എന്ന് പറയുന്നത് താങ്കളുടെ കുടുംബ സ്വത്തല്ല സാർ. താങ്കൾ വിടവിലൂടെ താങ്കളുടെ അച്ഛന്റെ പേര് ഒരു മെഡിക്കൽ കോളേജിന് ഇടുവാനായിട്ടുള്ള വ്യഗ്രത കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ? ആ മെഡിക്കൽ കോളേജിന് ആ സ്ഥലത്തിന്റെ പേരിട്ടാ പോരെ. അപ്പോ താങ്കൾക്ക് ഇത്തരത്തിൽ എന്തു സ്വകാര്യ നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാം. ഇവിടുത്തെ പൊതുജനങ്ങളും പാവപ്പെട്ട ആളുകളും രോഗിക്ക് കൂട്ടിരിക്കുന്നവരെയും രോഗിക്കും ഒരു നേരത്തെ ഉച്ചഭക്ഷണം കിട്ടുമ്പോൾ ആ ഉച്ചഭക്ഷണത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ആ കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുന്ന മാസ്റ്റർ പ്ലാൻ എന്താണ്? ആ കമ്മ്യൂണിറ്റി കിച്ചണിൽ ആര് ഭക്ഷണം വിതരണം ചെയ്യും? താങ്കൾ അതിനു കൂടി ഉത്തരം നൽകട്ടെ. ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാർ, ആ സർക്കാർ ഇത്തരമൊരു നയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായണ്ടേ? അതേപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാമുദായിക മത സംഘടനകളുടെ അഭിപ്രായങ്ങൾ ആരായണ്ടേ? ചർച്ചകൾ നടത്തണ്ടേ? ചർച്ചകളിലൂടെ അല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കശ്മലൻ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയാൽ അയാളെ സൂചിപ്പിക്കാൻ വേണ്ടി, അതായത് ഞാൻ സുധാകരന്റെ കാര്യം തന്നെയാണ് പറയുന്നത്, സുധാകരനെ സൂചിപ്പിക്കാൻ വേണ്ടി താങ്കൾ ഒരു നയവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ നയത്തിന് കേരളത്തിലെ ജനവിഭാഗം, അതായത് ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗവും പുല്ലു വില തന്നെ കൽപ്പിക്കും. താങ്കൾ ഈ പറഞ്ഞ വാക്കുകളോട് കോൺഗ്രസിന് പോലും എനിക്ക് തോന്നുന്നില്ല ഒരു യോജിപ്പുണ്ട് എന്ന്. താങ്കൾ പറഞ്ഞ ശുദ്ധ മണ്ടത്തരം ഇപ്പോൾ താങ്കൾക്കും വിനയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിലപാട് മാറ്റുന്ന കിങ്ങിണിക്കുട്ട മുരളീധര, താങ്കൾ ഇതിന് വലിയ വില നൽകേണ്ടി വരിക തന്നെ ചെയ്യും. കേരള സമൂഹത്തിൽ ഈ പൊതിച്ചോറ് കളക്ട് ചെയ്തുകൊണ്ട് ഈ പൊതിച്ചോറ് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ കൊടുക്കുന്ന ആളും അറിയുന്നില്ല ആരാണ് കഴിക്കുന്നതെന്ന്, മേടിച്ച് കഴിക്കുന്ന ആളറിയുന്നില്ല ആരാണ് തന്നത് എന്നുള്ളത്. ഒരു നേരത്തെ അന്നം മേടിക്കുവാൻ വകയില്ലാത്ത ഒരുപാട് ആളുകൾ രോഗശയ്യയിലും അതേപോലെ തന്നെ കൂട്ടിരിപ്പുകാരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന വലിയ ഒരു സഹായമാണ് ഈ ഒരു പൊതിച്ചോറ് എന്ന് താങ്കൾ മനസ്സിലാക്കുക. അതിൽ ദയവ് ചെയ്ത് മണ്ണ് വാരി ഇടാതിരിക്കുക. താങ്കൾ ഉന്നം വെച്ചത് DYFIയെ പോലെയുള്ള സംഘടനയെ ആണെന്ന് ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന ഓരോ മനുഷ്യനും മനസ്സിലാക്കും. ആ DYFIയുടെ പദ്ധതിയുടെ പേരെന്താണെന്ന് അറിയാമോ സാർ?
വയറെരിയുന്നവന്റെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം എന്ന പദ്ധതി ഇത് ആവിഷ്കരിച്ചപ്പോൾ കേവലം തിരുവനന്തപുരത്ത് ആദ്യം ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഈ ഭക്ഷണപ്പൊതി എത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എത്രത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണെന്ന് താങ്കൾക്കറിയില്ല. കാരണം താങ്കൾക്കോ താങ്കളുടെ സംഘടനയ്ക്കോ സ്വപ്നത്തിൽ പോലും അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിരുന്നാൽ പോലും ചെയ്യാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഈ ഒരു പദ്ധതി കേരളത്തിലെ ജനങ്ങൾ, അതായത് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ അകമഴിഞ്ഞ് സഹായിക്കുമ്പോൾ ആ സഹായ ഹസ്തം മേടിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളിലേക്ക് ആ പൊതിച്ചോറ് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. താങ്കൾക്ക് ഇന്ന് മന്ദിരം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ സർക്കാർ ചെലവിൽ ചികിത്സ നേടുവാനായിട്ട് സാധിക്കും, അതേപോലെ തന്നെ എല്ലാ സുഖ ലോലിപതയും ഉണ്ടായിരിക്കും. പക്ഷെ കേരളത്തിലെ പൊതുജനങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, തീർച്ചയായിട്ടും രോഗശയ്യയിൽ ഇരിക്കുന്ന ആളുകൾക്ക്, അല്ലെ കൂട്ടിരിപ്പുകാർക്ക് താങ്കൾ കരുതുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തവരായിരിക്കും, സാധാരണപ്പെട്ട ജനങ്ങളായിരിക്കും. ആ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അന്നം മുടക്കാനായിട്ട് ദയവ് ചെയ്ത് താങ്കളെ പോലെ ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ തയ്യാറാകരുത് എന്ന് മാത്രമുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ആ അഭ്യർത്ഥന ചെവിക്കൊള്ളും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.